നമ്മളുടെ ഈ കെട്ടിട സമുച്ചയം ഒരു റിനോവേഷൻ അല്ലെങ്കിൽ പുതിയൊരു ബിൽഡിങ്ങിന്റെ ഒരു പ്രൊപ്പോസലായിട്ട് ഉള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് പരാമിതികൾ നമുക്ക് ഈ കെട്ടിടത്തിൽ ഉണ്ട്. 50 കൗൺസിലേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു കൗൺസിൽ ഹാളാണ്. ഇപ്പൊ തന്നെ നമുക്ക് 100 പേരുണ്ട്, അത് ചിലപ്പോൾ 200 ആയേക്കാം. അപ്പൊ അതിനെല്ലാം ഉൾക്കൊള്ളുവാനുള്ള രീതിയിലും പിന്നെ ഓഫീസുകളുടെ പ്രവർത്തന രീതി, കോൺഫറൻസ് ഹാളുകൾ, അങ്ങനെ പല പല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കെട്ടിടം, ലോകോത്തര നിലവാരത്തിലുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു വലിയൊരു കാര്യം നമുക്കുള്ളത് വാഹന പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പരിമിതികൾ. നമുക്ക് ആകപ്പാടെ ഉള്ളത് ഇവിടെ 2.6 ഏക്കർ സ്ഥലമാണുള്ളത്. 2.66 ഏക്കേഴ്സ് ലാൻഡ്. അപ്പൊ ഈ 2.6 ഏക്കർ സ്ഥലത്ത് മൊത്തത്തോടെ ഒരു കെട്ടിടം പണിയുന്നതിന് പകരം ഇതിനെ ഒരു വോയിഡ് ആയിട്ട് പണിയാനാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് കാണിക്കാം. കാര്യം നമ്മൾ സാധാരണ ഒരു 5 സെന്റ് ഉള്ള ഒരു കെട്ടിടം ആലോചിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കെട്ടിടം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള സ്ഥലം വളരെ കുറവായിരിക്കും. അതിനു പകരം ഈ കെട്ടിടത്തിനെ നമ്മൾ എലിവേറ്റ് ചെയ്ത് ഒരു പബ്ലിക് പ്ലാസ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയ പാർലമെന്റ് മന്ദിരമൊക്കെ ചെയ്തിരിക്കുന്ന പോലെ ഒരു പബ്ലിക് പ്ലാസ, എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രാരംഭമായിട്ട് ഇതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്. ചുവപ്പ് കെട്ടിടവും വായിക്കാൻ തോന്നുന്നു. നീല കെട്ടിടമാണ് ബാക്കിൽ കാണുന്ന എൽ ഷേപ്പിൽ കാണുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കൗൺസിലുള്ള പിങ്ക് കളറിലുള്ളതാണ്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ് താഴെ കാണിക്കുന്നത്. കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ പച്ച കളറിൽ കാണിക്കുന്നു. കിഴക്ക് വശം എന്ന് പറഞ്ഞാൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ആണ്. വടക്ക് വശത്ത് റോഡാണ്. തെക്ക് വശത്ത് ഹോസ്റ്റലാണ്. പടിഞ്ഞാറ് വശത്ത് റോഡാണ്. അപ്പോൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ടൊരു കോർണർ പ്ലോട്ടാണ് നമുക്കുള്ളത്. ഇതാണ് ബിൽഡിംഗ് റൂൾസ്. ഞാൻ ഇതിലേക്ക് ഒരുപാട് പോകുന്നില്ല. നമുക്ക് FAR മാക്സിമം കിട്ടുന്നത് 3 ആണ്. അപ്പൊ 3 കിട്ടിയാൽ മാത്രമേ നമുക്ക് മാക്സിമം ബിൽഡബിലിറ്റി കിട്ടത്തുള്ളൂ. നമുക്കൊരു കൺസ്ട്രെയിൻ ഉള്ളത് ഇവിടെ ഹെറിറ്റേജ് സോൺ ആണ്. ഹെറിറ്റേജ് സോൺ ആയതുകൊണ്ട് നമുക്ക് ഹെറിറ്റേജിന്റെ റൂൾസ് പാലിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഹൈറ്റിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ട് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് സിറ്റിയിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിലൊന്നാണ്. അതുകൊണ്ട് എയർപോർട്ടിന്റെ ഹൈറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് 37 മീറ്റർ പൊക്കം മാത്രമേ പണിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 3 നില നമ്മൾ താഴോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അത്രയും കൂടി കൂടുതൽ പണിയാൻ വേണ്ടി കാർ പാർക്കിംഗ് ഫെസിലിറ്റി നമ്മുടെ ഇപ്പോഴത്തെ പ്രപ്പോസൽ FAR 3 വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 500 കാറിന്റെ പാർക്കിംഗ് വേണ്ടി വരും. അപ്പോ 3 നില താഴോട്ട് പോയാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ 1 നില താഴോട്ട് പോകാതെ തന്നെ നമുക്ക് കിട്ടും. കാര്യം നമ്മുടെ പ്ലോട്ട് ഓൾറെഡി ചെരിഞ്ഞു കിടക്കാണ്. നമ്മുടെ കന്നിമൂല ഭാഗം സൗത്ത് വെസ്റ്റ് സൈഡ് താന്നും നോർത്ത് ഈസ്റ്റ് പൊങ്ങിയാണ് കിടക്കുന്നത്. വാസ്തുപ്രകാരം നേരെ തിരിച്ചാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ലെവലാക്കിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ബേസ്മെന്റ് കിട്ടി. പിന്നെ 2 നില നമ്മൾ താഴോട്ട് കുഴിക്കണം. ഇതാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന ഒരു ഫോം. കാര്യം 200 പേർക്ക് ഇരിക്കാവുന്ന കപ്പാസിറ്റി ഉള്ള ഒരു കൗൺസിൽ ഹാൾ തന്നെ വളരെ വലുതാണ്. അപ്പൊ അത് അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടുക്കാണ് സ്ഥലം കണ്ടെത്തുക. ബാക്കി 3 സൈഡും ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന ഡയറക്ഷനാണ് സൗത്തും വെസ്റ്റും. അതുകൊണ്ട് മാക്സിമം ഓഫീസ് ഏരിയ എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇത് ബേസ്മെന്റ് 3 ആണ്. ഇതിൽ 150 കാറിന്റെ പാർക്കിംഗ് ഉണ്ട്. എല്ലാ കാർ പാർക്കിങ്ങും ഭാവിയിൽ ഡബിൾ ആക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. കാര്യം ഒരു കാറിന്റെ മുകളിൽ നമുക്ക് മെക്കാനിക്കലായിട്ട് ഒരു കാറും കൂടെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 150 എന്നുള്ളത് 360 നമുക്ക് ഭാവിയിൽ മാറ്റാം. അപ്പൊ 500 കാർ എന്നുള്ളത് 1000 കാറായിട്ട് ഭാവിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ബേസ്മെന്റ് 1 ആണ്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു എൻട്രി ഉണ്ട്. എൻട്രി, ഇതൊരു ഡ്രോപ്പ് ഓഫ് പോയിന്റ്, എക്സിറ്റ്. ഈ എൻറ്റയർ ഏരിയ നമ്മൾ ഒരു പബ്ലിക് പ്ലാസ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോമൺ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, ലിഫ്റ്റ്, സ്റ്റെയർ കേസ്. ഇതൊരു ഓപ്പൺ എയർ തിയേറ്റർ ആണ്. ഓപ്പൺ എയർ അല്ല, ക്ലോസ്ഡ് ആണ്. പക്ഷെ ക്ലോസ്ഡ് മീൻസ് റൂഫ്ഡ് ആണ്, പക്ഷെ ഓപ്പൺ എയർ തിയേറ്റർ ആണ്. ഇതായിരിക്കും ഇതിന്റെ എൻട്രി വരിക. ഇവിടെ നമുക്ക് താഴോട്ടിറങ്ങി പോകാം. ഇത് 8.5 മീറ്റർ വീതിയുള്ള റാമ്പാണ്. ഇതിനകത്തൂടെ ഒരു ഫുട്പാത്ത് ഉണ്ട്. അപ്പം സേഫ് ആയിട്ട് ആൾക്കാർക്ക്
വന്നു. ഈ പ്ലാസ ഏരിയയിൽ എങ്ങും നമ്മൾ കാറൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഓപ്പൺ എയർ തിയേറ്റർ പറഞ്ഞത്. ഇതായിരിക്കും ഓപ്പൺ എയർ തിയേറ്റർ. ഗ്രൗണ്ട് ഫ്ലോർ ഇങ്ങനെ ഇരിക്കും. 8 മീറ്റർ പൊക്കത്തിലുള്ള ഒരു ഡബിൾ ഹൈറ്റ് പവലിയൻ ആണ്. ഇതൊരു പബ്ലിക് പ്ലാസയാണ്. ഇതിന്റെ ഹോസ്റ്റൽ സൈഡാണിത്. ഇതിൽ 2 എസ്കലേറ്റർ ഉണ്ട്. മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിപ്പോം. ഇതാണ് ആ പ്ലാൻ. അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും ഷോപ്സും ഉണ്ടാവും. ആൾക്കാർക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മേടിക്കാനും ഒക്കെ ആയിട്ടും സമയം സ്പെൻഡ് ചെയ്യാനും ഇവിടെ ഉപയോഗിക്കാം. ഇതായിരിക്കും ഫസ്റ്റ് ഫ്ലോർ ഏരിയ. ഇതാണ് പ്ലാസ താഴെ കാണുന്നത്, ഓപ്പൺ എയർ തിയേറ്റർ. ഇവിടെയാണ് ആ ഷോപ്സ് വരിക. ഇതാണ് സെക്കൻഡ് ഫ്ലോർ. ഇവിടെയാണ് കൗൺസിൽ ഹാൾ ഉൾപ്പെടെയുള്ള എല്ലാ ഫെസിലിറ്റീസും വരുന്നത്. കോർപ്പറേഷൻ ഓഫീസ് ഇവിടെയാണ്. കൗൺസിൽ ഹാൾ ഇല്ലാതെ തന്നെ ഒരു ഫ്ലോറിൽ നമുക്ക് 36,000 സ്ക്വയർ ഫീറ്റ് കിട്ടും. ഇപ്പൊ നമ്മുടെ എൻറ്റയർ ബിൽഡിംഗിൽ 36,000 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. അത് ഒരു ഫ്ലോറിൽ തന്നെ കിട്ടും. ഇതായിരിക്കും പുതിയ കൗൺസിൽ ഹാൾ. 200 പേരുടെ കപ്പാസിറ്റിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്ലസ് ഗാലറിയിൽ 650 പേരുടെ വിസിറ്റേഴ്സ് ഗാലറി, പ്രസ് ഗാലറി എല്ലാം ഉണ്ടാവും. ബാക്കി കൗൺസിലേഴ്സിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അങ്ങനെ ഹെഡ്സിന്റെ റൂംസ്, പിന്നെ മേയേഴ്സ് ഗാലറി, അത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഗാലറി ഏരിയ വരുന്നത്. 3rd ഫ്ലോർ ആണ്. ഓഫീസുകളൊക്കെ ഇങ്ങനെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും, മെയിൻ്റനൻസ് ഫ്രീ ആയിരിക്കും. ഇപ്പോഴുള്ള പോലെ പെയിന്റ് അടിക്കുക അങ്ങനെയൊന്നും വേണ്ട. എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ഹൈടെക് ഓഫീസ് ആയിരിക്കും. അപ്പം ഒരുപാട് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റിനകത്ത് നമുക്ക് ലാഭിക്കാൻ പറ്റും. നമുക്ക് പല രീതിയിലുള്ള ബോർഡ് റൂംസ്, പല കപ്പാസിറ്റി ഉള്ള ബോർഡ് റൂംസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. കാര്യം ഇതിനകത്ത് പില്ലർ ഇല്ലാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റൂംസ് ഇതിനകത്ത് പ്ലാൻ ചെയ്യാൻ പറ്റും. ചെറിയ മീറ്റിങ്ങുകൾ നടത്തണമെങ്കിലും നമുക്ക് നമ്പർ ഓഫ് റൂംസ് ഇപ്പോഴില്ലാത്ത ഫെസിലിറ്റി എല്ലാം കൊടുക്കാന്നുള്ളതാണ് ഉദ്ദേശം. ഇത് 2-3 നിലകളിൽ നമുക്ക് റെന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് മുകളിലേക്കുള്ള ഫ്ലോറുകൾ. അതിനുവേണ്ടിയാണ് ഈ ഫ്ലോറുകൾ ഉപയോഗിക്കുക. ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കും മറ്റ് കോർപ്പറേഷനിൽ വരുന്ന ആൾക്കാർക്കും മുനിസിപ്പൽ ആൾക്കാർക്കും അല്ലെങ്കിൽ മേയർക്കും ഒക്കെ താമസിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് റെസിഡൻഷ്യൽ ഏരിയ 36,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതായിരിക്കും ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ വരിക. 3 നില പാർക്കിംഗ് ഉണ്ട്. 1000 കാറിന്റെ പാർക്ക് ചെയ്യാം. പ്ലാസ ഏരിയ, കോർപ്പറേഷന്റെ ഫ്ലോർ, മേയറുടെ ചേംബർ, കോർപ്പറേറ്റ് കൗൺസിൽ ഹാൾ, ഇത് ഗാലറി ഫ്ലോർ. ഇവിടെ തൊട്ട് 1, 2, 3, 4 ഫ്ലോർ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഓവറോൾ ഈ 2.6 ഏക്കേഴ്സിനകത്ത് നമുക്കുള്ളത് 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തം എല്ലാ ബിൽഡിംഗും കൂടെ കൂട്ടിയിട്ടുള്ളത്. നമ്മൾ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് 6 ലക്ഷം സ്ക്വയർ ഫീറ്റോളം കിട്ടുന്നു. അതിന്റെ 4 ഇരട്ടി നമ്മൾ കിട്ടുകയാണ്. ഇത് കുറച്ച് 3D വ്യൂസ് ആണ്. ഇതിനകത്ത് പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ മതിലുകൾ കെട്ടി അടച്ച് ഒരു കോട്ട പോലെ അല്ല ചെയ്തേക്കുന്നത്. വളരെ തുറന്നിട്ടിട്ട് ഒരു ഓപ്പൺ സമീപനമാണ് ബിൽഡിങ്ങിലോട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ബയോഫിലിക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന കെട്ടിടം. ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ കഴിഞ്ഞു. പ്രധാനമായിട്ടും ഈ ബ്രിക്കിന്റെ ഒരു ക്ലാഡിംഗ് കൊടുത്തിരിക്കുന്നത് ഈ ഹെറിറ്റേജ് സോണുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. നേപ്പിയർ മ്യൂസിയം, നമ്മുടെ എല്ലാ ബിൽഡിങ്ങുകളും ബ്രിക്ക് ക്ലാഡിംഗ് ആണ്.